ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു നഷ്ടബോധമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് നിങ്ങളൊന്ന് ഇവിടെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സിങ് ആണ്. അതായത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട് ഇതിൽ. അപ്പോൾ പാസ്റ്റിലെ ഓർമ്മകൾ വന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്നതാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലത്തെ ആ ഒരു അവസ്ഥ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഇവിടെയുണ്ട്. ഹിഡൻ ബ്ലെസ്സിങ് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിക്കാത്ത ഒരു സൈൻ അത് എവിടെയോ ഉണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇതിന് തൊട്ടു താഴെ വന്നിട്ടുള്ള കാർഡ് ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വരുമെന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങളൊരു പക്ഷേ മനസ്സിലാക്കുന്നതും ആകാം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടാവാം. പക്ഷേ പലപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഹിഡൻ ബ്ലെസ്സിങ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലുള്ള അനുഗ്രഹങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി സന്തോഷിക്കുക. നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണമെന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു സമയം തീർച്ചയായിട്ടും ഇവിടെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ ഇത് നിങ്ങളിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോയതുമാകാം. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതുമാകാം. അങ്ങനെ എന്താണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാര്യം അതിനിരട്ടി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നല്ലൊരു ഓഫർ ഈ സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട് എന്നാണ്. മാത്രമല്ല പൈസയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തോ ഒരു യാത്രയ്ക്ക് നിങ്ങൾ പുറപ്പെടുന്നു എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ വീട് നോക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാഹനം നോക്കാനായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു യാത്ര നിങ്ങൾ ചെയ്യുന്ന എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഒരു ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാൻ പോകുന്നതുമാകാം. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിന് ഒരു മൂവ്മെൻ്റ് ഇല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളൊരു യൗവനത്തിൻ്റെ എനർജിയിലാണ് എന്നുള്ളതാണ്. യൗവനത്തിൻ്റെ എനർജി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് പ്രായമായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ പ്രായത്തെക്കുറിച്ച് മറന്നേക്കുക. നിങ്ങളൊരു യൗവനത്തിലാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ
നിങ്ങൾ ആ ഒരു യൗവനത്തിൻ്റെ എനർജി സ്വീകരിക്കുക, അതിൽ നിങ്ങൾ പ്രവർത്തിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പൈസയാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ആ ഒരു മെസ്സേജ്, ഇവിടെ നമുക്ക് എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ആ സ്ഥാനം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഒരുപക്ഷെ അങ്ങനെ മറ്റൊരു ജോലി ലഭിക്കുന്നതുമാകാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുന്നത് നല്ലൊരു ഓഫറുമായിട്ട് ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ റിലേഷൻഷിപ്പിലാണ് പ്രശ്നമുള്ളതെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ തിരിച്ചു വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാൾ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരുന്നതുമാകാം. അതല്ല, നിങ്ങൾക്ക് കരിയറിലാണ് പ്രശ്നമുണ്ടായതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എൻജോയ് ചെയ്തിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഓഫർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഫർ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം എത്തുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷമത്തിൻ്റെ എനർജിയിലിരുന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് വിഷമങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് കൂടുതലും എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കിട്ടിയ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രാപ്പിലൊക്കെ പെട്ട് കുറേ കാലം കൊണ്ട് മറ്റുള്ളവരുടെ കൺട്രോളിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ സമയം പുറത്തിറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം എത്തുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങാൻ ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയൊരു എനർജിയാണ്. നിങ്ങളായൊരു എനർജി, നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും ഒക്കെ വില കൽപ്പിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സമയമാണിത്. ഒരുപക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറാകുന്നതുമാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ പുറത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം, എങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഈ സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ ഒരു മെൻ്റൽ ട്രാപ്പിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ സ്വയം ഒന്ന് ചേഞ്ച് ആകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. അതിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സ്വയം ഇത്തരത്തിൽ ചിന്തിച്ച് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇത് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളൊരു വീട് വെക്കുന്നൊരു എനർജി ഉണ്ട്. നിങ്ങൾ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനൊക്കെ വരച്ചിരിക്കുന്നൊരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു വീട് വെക്കാനൊക്കെ പ്ലാൻ വരയ്ക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്ക് ലോണിനൊക്കെ കൊടുത്ത് ആ ബാങ്ക് ലോണ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഒരു വീടിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ എനർജി. അപ്പോൾ കുറേ കാലം കൊണ്ട് ഇത് വേണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം, പക്ഷേ നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ വരുന്നൊരു സമയമാണ് ഇതെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു മണി എനർജി ഈ സമയം വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം പോസിറ്റീവായിട്ടിരുന്ന് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. അതായത് എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്കെപ്പോഴും കടമാണ് എന്നൊന്നും ഈ സമയം നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഒന്ന് നിങ്ങൾ ഉയർത്തി വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതാകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ഒരു മാറ്റം വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതുമാകാം. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് അബണ്ടൻസ് വരുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഡ്യൂട്ടി അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ടഫായിട്ടുള്ളൊരു ലൈഫ് സർക്കിള് മറ്റുള്ളവർ അത് കൺട്രോൾ ചെയ്തിരുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ, അതായത് നമുക്കൊന്നും ഒരു തരത്തിലും ഒരു വരുമാനവും ഇല്ലാതിരുന്ന ആൾക്കാരായിരിക്കാം. അവർക്കൊരു വരുമാനം കിട്ടുന്ന എനർജി ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ സോളിന് കൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിലീഫാണ്. അതായത് വലിയൊരു അസ്വസ്ഥതയിൽ നിന്നും വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങളൊന്ന് പുറത്തിറങ്ങി മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇതൊരു ശാന്തമായ ഒരു സ്ഥലത്തേക്ക്, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വളരെ പ്രതീക്ഷയുള്ളൊരു ജീവിതത്തിലേക്ക് പോകുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്നൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്കെല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. എല്ലാം ശരിയാകും, അങ്ങനത്തെ ഒരു ചിന്ത ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ട്രാവൽ കാണുന്നുണ്ട്. കുറേയധികം ആളുകളും ഇപ്പോൾ തീർത്ഥാടന യാത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതുമാകാം. ഇപ്പോൾ നിങ്ങളുള്ള ആ ഒരു സാഹചര്യത്തിന് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ സ്ഥലം മാറി പോകുന്നതുമാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ശക്തമായ മാറ്റം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു കാര്യം അത് നിങ്ങളെ വിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യവുമാകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് നിന്നൊരു സാഹചര്യത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ നിങ്ങൾ അവിടെ നിന്നും മാറിപ്പോകുന്നൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ 6 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. വളരെ സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ. അതുപോലെ തന്നെയാണ് 9 ഓഫ് വാൻസും. ചിലർക്ക് ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങളിവിടെ എന്തിനോ ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങളിവിടെ മാറുന്നുണ്ട്. ഒരു കാത്തിരിപ്പിന് ശേഷം നിങ്ങളിലേക്കൊരു നന്മ എത്തിച്ചേരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് എൻഡാക്കി നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങൾ മറികടന്ന് പുറത്തിറങ്ങിയ ഒരു എനർജിയാണ്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച എന്ത് സാഹചര്യമാണോ അവിടെ നിന്നും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നാണ്. ആ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരുപാട് ശക്തി നിങ്ങൾ സംഭരിച്ചു എന്നുള്ളതാണ്. ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ നടക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ അത് ഒരിക്കലും നെഗറ്റീവായിട്ട് ആയിരിക്കില്ല. ഈ ഒരു പരീക്ഷണത്തിലൂടെ നിങ്ങൾക്കൊരു നന്മ വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പൊരുതി മുന്നേറി വന്നൊരു വ്യക്തിയാണെന്നുള്ളതാണ്. ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾ നേരിടാൻ തയ്യാറായി നിൽക്കുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ പൊരുതി മുന്നേറി വന്ന ആ ഒരു ധൈര്യവും ശക്തിയും അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന തടസ്സങ്ങളെ അതിജീവിക്കാനും നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും പുതിയ തുടക്കമാണ്. നിങ്ങളിലേക്ക് പൈസ വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയമെന്ന് പറയുന്നത്
തീർച്ചയായിട്ടും ഡിവൈൻ നിങ്ങൾക്ക് കുറേ അബൻഡൻസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ പോലും, അല്ലെങ്കിൽ അഥവാ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് എന്താണെങ്കിൽ പോലും, അതിന് നിങ്ങൾക്കൊരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു അബൻഡൻസ് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി നിങ്ങൾക്ക് പെരുമാറാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഒരു സമയം നിങ്ങളെ കൂടി നിങ്ങളൊന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ കൂടി കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാം. നിങ്ങൾ ഒന്നുകിൽ ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപക്ഷെ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു എനർജി ലെവല് നിങ്ങൾക്കത് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ പറ്റും. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ആ ഒരു ന്യൂനതകൾ അതും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഈ ഒരു സമയം ചെയ്യുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെയും ഹീൽ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള ആ ഒരു സ്നേഹം അത് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലായിരുന്നാലും, ചിലപ്പോൾ ഒരുപാട് ബാധ്യതകളിലിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ പൈസയാണെങ്കിലും അതെന്താണെങ്കിലും ഉപയോഗിക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിനെല്ലാം ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. കുറേ ആൾക്കാർക്കും ഈ സമയം ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നൊരു സമയമാണ്. ചിലപ്പോൾ വസ്തുക്കളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു വസ്തു വിറ്റ് പൈസ നിങ്ങളിലേക്ക് വരുന്നതാകാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഒരു പ്രമോഷൻ പോലുള്ള കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്കൊപ്പം ഒരുപാട് സന്തോഷത്തോടു കൂടി സമയം ചിലവഴിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്കൊപ്പം, അച്ഛനമ്മമാർക്കൊപ്പം ഒക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപററാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിന് തൊട്ടടുത്തതായിട്ട് എംപ്രസും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ഫെമിനിയൻ മസ്കുലൈൻ എനർജി ബാലൻസ് ആകുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. കാരണം ഇവിടെ കണ്ടില്ലേ, എംപററും വന്നിട്ടുണ്ട്, തൊട്ടടുത്താണ് എംപ്രസും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു എംപ്രസിൽ ഫെമിനിയൻ എനർജി ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എംപറർക്ക് നിങ്ങളുടെ ഒരു മസ്കുലൈൻ എനർജിയാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഒരു ബാലൻസാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി അത് നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം. മാത്രമല്ല ഇതിൽ നിങ്ങൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ
നമ്മളുടെ മുന്നിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാം. ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്യാം. പക്ഷേ ഒരു തരത്തിലും നമ്മൾ ആ ഒരു കാര്യം നമ്മളുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കരുത് എന്നുള്ളതാണ് ഈ ഒരു എംപറർ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലോജിക്കൽ മൈൻഡുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ മാത്രം നിങ്ങൾ കാര്യങ്ങളെ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ വ്യക്തിത്വത്തിലും ഒക്കെ വിശ്വസിക്കുക. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള ആ ഒരു എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുള്ളതാണ്. ഒരു അബൻഡൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ധാരാളം പൈസ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ജീവിത സാഹചര്യത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമുള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. പലരും ആ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്കൊരു സഹായം നൽകണമെന്ന് വിചാരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നൊരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇവിടെ മാറ്റിക്കളയുക എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എംപ്രസും അതുപോലെ 10 ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യലി നല്ല നിലയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളൊരു ആവേശത്തിലായിരിക്കാം. ഇത് ചിലപ്പോൾ ചില വ്യക്തികളെ നിങ്ങൾ കാണുന്നതായിരിക്കാം. കുറേ കാലം കൊണ്ട് കാണാതിരുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ ഈ സമയം നിങ്ങൾക്ക് കാണാനുള്ള ഒരു ത്രില്ല് ആയിരിക്കാം ഇത്. അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നൊരു ത്രില്ലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബ്രൻ്റ് എനർജിയിലാണ് ഈ സമയം നിങ്ങളെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിൽ ഒരു മടിയൊക്കെ പിടിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതെ നിങ്ങളിങ്ങനെ ഇരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലെ ആ ഒരു മടിയും അലസതയും ഒക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളൊരു ഉത്സാഹമൊക്കെ ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു ലക്ഷ്യം, നല്ലൊരു ലക്ഷ്യബോധമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എന്ത് തടസ്സമാണോ വരുന്നത് അതിനെയെല്ലാം നിങ്ങൾ പൊട്ടിച്ചു മാറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾ പവർഫുള്ളായിട്ട് വളരെ ചുറുചുറുക്കോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം അത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാകാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പല വഴികളിലൂടെ തിരികെ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് വരുന്നൊരു സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. കാരണം നിങ്ങളുടെ നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് കൂടി നിങ്ങൾ അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിയൻ എനർജി അത് ഈ ഒരു റീഡിങ്ങിലുണ്ട്. അപ്പോൾ നിങ്ങളിലെ നെഗറ്റീവ് എനർജി
റിമൂവ് ചെയ്യാനുള്ളൊരു സമയമാണിതെന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഈ ഒരു സമയത്തെ നിങ്ങളുടെ ഫെമിനിയൻ എനർജി അത് വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി ശരിക്കും വളരെ ക്ലിയർ ആയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നൊരു എനർജിയാണ്. കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളിലും ഒരു ഉത്തരം ലഭിക്കാത്തൊരു അവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി വരുന്നുണ്ട്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു വാക്കിലൂടെയാകാം, അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയാകാം. അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യത്തിന് നിങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി വരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്ത് തടസ്സമായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്ത് തടസ്സവും വന്നോട്ടെ, എനിക്കത് തീർച്ചയായിട്ടും ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഇവിടെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് ഹാങ്ഡ്മാനാണ്. തീർച്ചയായിട്ടും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ പല കാര്യങ്ങളെയും കാണാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനോടകം ചില ആളുകൾക്ക് അതുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസ് വരുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, അവിടെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലോകം മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഐഡിയ അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് വികസിപ്പിച്ചെടുക്കുക. അതിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്കൊരു പ്രപ്പോസലുമായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ സമയത്തൊരു ഫിസിക്കൽ അട്രാക്ഷനോടുകൂടി ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഓഫറൊക്കെ നിങ്ങൾക്ക് തരുന്നൊരു എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നുന്നതുമാകാം. അത്തരത്തിലൊരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വന്നു പോകുന്നൊരു അഫെയർ ആയിരിക്കാം. അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ബാലൻസ് സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളിനെ കാണുന്നതിന് മുന്നേ ആ ആളുമായിട്ടൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ഇതിൽ ശരിക്കും നിങ്ങൾക്കൊരു കവിതയൊക്കെ എഴുതാൻ തോന്നിക്കുന്ന വിധത്തിൽ അങ്ങനൊരു സിറ്റുവേഷൻ വന്നേക്കാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രണയം ആരോടോ ഇവിടെ തോന്നുന്നു എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യമാണ് ഇത്. ചിലപ്പോൾ മറ്റാർക്കെങ്കിലും നിങ്ങളോട് തോന്നുന്നതുമാകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.